പീറ്റർ, നിങ്ങൾ ഏതോ ഭീകര സ്വപ്നം കണ്ടു അല്ലേ? സാരമില്ല, എഴുന്നേൽക്കൂ. ഈ ദിവസം സുപ്രധാനമാണ്. ഒന്നുകിൽ നാം ഒന്നിച്ച് രക്ഷപ്പെടും, അല്ലെങ്കിൽ പ്രഭുവിനോട് ഏറ്റുമുട്ടി മരിക്കും. അതേ ഗ്രഗ്, അതുതന്നെയാണ് വേണ്ടത്, പീറ്റർ പറഞ്ഞു. അല്പസമയത്തെ വിശ്രമം പീറ്റർ പാർക്കറെ വീണ്ടും ഉന്മേഷഭരിതനാക്കി. കോട്ടയിലെ ഒരു മുറിയിൽ പ്രഭുവിൻ്റെ തടവുകാരെ പോലെ കഴിയേണ്ടി വന്നുവെങ്കിലും ശുദ്ധവായുവും സൂര്യപ്രകാശവും ആവശ്യത്തിന് ലഭിച്ചിരുന്നതിനാൽ ഗ്രഗ് ഹഡ്സണും ഉന്മേഷവാനായിരുന്നു. നാം കരുതിയിരുന്ന ടിന്നിലടച്ച ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പുകളും ഇനി അധികമില്ല. ഏറിയാൽ 3 ദിവസത്തേക്ക് കൂടി ഉണ്ടാകും. ഒരു ടിൻ തുറക്കുന്നതിനിടയിൽ പീറ്റർ പാർക്കർ പറഞ്ഞു. 3 ദിവസം? അതിനുള്ളിൽ നമുക്ക് ചില കാര്യങ്ങൾ ഉറപ്പാക്കാം. പിന്നീട് ആഹാരം വേണ്ടിവരുമോ ഇല്ലയോ എന്ന് ഗ്രഗ് ഹഡ്സൺ ചിരിച്ചു. ഉച്ച കഴിഞ്ഞിരുന്നു. താഴ്വരയിൽ വെയിലിൻ്റെ തിളക്കം മങ്ങി വരുന്നു. അകലെ അകലെ മലനിരകൾ മൂടൽമഞ്ഞിൻ്റെ നീലിമ അവ്യക്തമായാണെങ്കിലും കാണാം. ജനാലക്കിൽ നിന്ന് താഴ്വരയുടെ ഭംഗി ഒരു നിമിഷം ആസ്വദിച്ചു പോയ ഗ്രഗ് ഹഡ്സൺ സുഹൃത്തിൻ്റെ ഭയവിഹുലമായ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു. ഗ്രഗ്, അതാ, അത് നോക്കൂ. മുറിയുടെ ചുവരിൽ വെച്ചിരുന്ന പെയിന്റിങ്ങുകൾ ഒന്നിലേക്ക് വിരൽ ചൂണ്ടി പീറ്റർ പാർക്കർ ചോദിച്ചു. കണ്ടില്ലേ ആ സ്ത്രീയുടെ പെയിന്റിംഗ്? അതാരാണെന്ന് മനസ്സിലായോ? ജനാലക്കിൽ നിന്ന് മുഖം തിരിച്ച് സുഹൃത്തിൻ്റെ നേർക്ക് നടന്നുകൊണ്ട് ഗ്രഗ് ഹഡ്സൺ പറഞ്ഞു. മനസ്സിലായി. ആ സ്ത്രീയെ നാം ഇങ്ങോട്ട് വരും വഴി കണ്ടിരുന്നു. രാത്രിയിൽ മരക്കൂട്ടങ്ങൾക്കിടയിൽ. അതെ, ഇത് ആ സ്ത്രീ തന്നെ. നിമിഷം കൊണ്ട് നമ്മുടെ കൺവെട്ടത്തു നിന്നും മറഞ്ഞവൾ. രാത്രിയിൽ അപൂർവ സുഗന്ധം പ്രസരിപ്പിച്ച് വെളുത്ത ഗൗൺ ധരിച്ച് പ്രത്യക്ഷപ്പെട്ടവൾ. പീറ്റർ പാർക്കറുടെ കണ്ണുകൾ ഭയം നിഴലിച്ചു. അത് കണ്ട് ഗ്രഗ് പറഞ്ഞു. ചങ്ങാതി, നാം ഇന്നലെ വെളുപ്പിന് പ്രഭുവിനൊപ്പം ഈ മുറിയിൽ കയറിയപ്പോൾ തന്നെ ആ ചിത്രം എൻ്റെ കണ്ണിൽപ്പെട്ടിരുന്നു. അപ്പോൾ പീറ്റർ പാർക്കർ ചോദിച്ചു, ആ ചിത്രത്തിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. അത് ഹംഗേറിയൻ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. എലിസബത്ത് രാജകുമാരി, സിഗിസോവാറയിലെ രാജകുമാരി. ജനനം AD 1451, മരണം AD 1476. ഈ 1476 ഒരു പ്രത്യേകതയുണ്ട്. അറിയാമോ? ഗ്രഗ് ചോദിച്ചു. ഓർമ്മ വരുന്നില്ല. താങ്കൾ തന്നെ പറയൂ, പീറ്റർ പാർക്കർ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഗ്രഗ് ഹഡ്സൺ തുടർന്നു. 1476 വ്ലാദർ ഡ്രാക്കുള കൊല്ലപ്പെടുന്നത് എന്ന് ചില ചരിത്രരേഖകൾ പറയുന്നു. ബുക്കാറസ്റ്റലിനടുത്ത് വെച്ച് ഒരു ഏറ്റുമുട്ടലിൽ വ്ലാദർ ഡ്രാക്കുളയുടെ ശിരസ് ശത്രുക്കൾ വെട്ടിക്കൊണ്ടുപോയി. ആ വർഷം തന്നെ ഈ രാജകുമാരി മരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു പക്ഷേ ഈ രാജകുമാരിയും അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം അല്ലേ? പീറ്റർ പാർക്കർ സംശയം പ്രകടിപ്പിച്ചു. അതെ, അങ്ങനെ കരുതാൻ ന്യായമുണ്ട്. സിഗിസോവാറയിലെ രാജകുമാരി എന്ന് എഴുതിയത് വായിച്ചില്ലേ? ഈ സിഗിസോവാറ ഡ്രാക്കുളയുടെ മുത്തച്ഛൻ്റെ പ്രദേശമായിരുന്നു. അവിടെയാണ് വ്ലാദർ ഡ്രാക്കുള കുട്ടിക്കാലം ചെലവഴിച്ചത് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു. അപ്പോൾ നാം കണ്ടതൊരു പക്ഷേ ഡ്രാക്കുള പ്രഭുവിൻ്റെ അടുത്ത ഒരു ബന്ധുവിനെ ആവാം. പക്ഷേ ഈ ചിത്രം സൂചിപ്പിക്കുന്നത് അവർ മരിച്ചിട്ട് 5 നൂറ്റാണ്ടെങ്കിലും ആയി എന്നല്ലേ? പീറ്റർ പാർക്കറുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. അതെ ചങ്ങാതി, പക്ഷേ നാം മരക്കൂട്ടങ്ങളിൽ കണ്ടത് ഈ ഛായയുള്ള സ്ത്രീരൂപം തന്നെ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. ഓ, അവൾ പ്രസരിപ്പിച്ചിരുന്ന ആ സുഗന്ധം, അതിൻ്റെ രാജകീയത. അതാ നോക്കൂ. എന്താണത്? ഗ്രഗ് ഹഡ്സൺ പറഞ്ഞത് കേട്ട് പീറ്റർ പാർക്കർ വേഗം ജനാലയുടെ അരികിലേക്ക് ചെന്നു. അവരിരുവരും ഒന്നിച്ച് താഴേക്ക് നോക്കി. ഒരു കുതിരവണ്ടി കയറ്റം കയറി വന്ന് കോട്ടവാതിൽ കടന്ന് അതിൻ്റെ പോർച്ചിലേക്ക് കയറിപ്പോകുന്നത് അവർ കണ്ടു. അല്പം കഴിഞ്ഞ് അത് വന്നതുപോലെ മടങ്ങിപ്പോകുന്നതും അവർ കണ്ടു. വണ്ടിക്കാരൻ്റെ മുഖത്ത് പ്രകാശം വീണപ്പോൾ ഗ്രഗ് ഹഡ്സൺ പീറ്റർ പാർക്കറിൻ്റെ തോളിൽ വിരലൂന്നിക്കൊണ്ട് പറഞ്ഞു. നോക്കൂ, ആ വണ്ടിക്കാരൻ ആരെന്ന് മനസ്സിലായോ? മനസ്സിലായി, ലാരിയൻ. കൂടെ മറ്റൊരാളുമുണ്ട്. നാം താമസിച്ച മേഫ്ലവർ ഹോട്ടലിൻ്റെ മാനേജർ ഹെർമൻ, പീറ്റർ പാർക്കർ പറഞ്ഞു. അടുത്ത നിമിഷം അയാൾ ഉറക്കെ വിളിച്ചു. ലാരിയൻ, ഹെർമൻ, വണ്ടി നിർത്തൂ, നിർത്തൂ, ഞങ്ങളെ രക്ഷിക്കൂ. എന്നാൽ അവർ അവരെ ശ്രദ്ധിക്കുകയോ വണ്ടി നിർത്തുകയോ ചെയ്തില്ല. തിരക്കിനിടയിൽ അവർ എൻ്റെ ശബ്ദവും കേട്ടിട്ടുണ്ടാവില്ല. ഇല്ല, കേട്ടിരുന്നെങ്കിൽ. അത്രയും പറഞ്ഞ് പീറ്റർ പാർക്കർ ഗ്രഗ് ഹഡ്സന്റെ മുഖത്തേക്ക് നോക്കി. സഹതാപത്തോടെ തന്നെ നോക്കി മന്ദഹസിക്കുന്ന ചങ്ങാതിയെ കണ്ട് പീറ്റർ പാർക്കർക്ക് തെല്ലു കോപം തോന്നി. നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിരിക്കുന്നത്?
എത്ര നല്ല അവസരമാണ് നഷ്ടപ്പെട്ടത്. പീറ്റർ പാർക്കർ അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു. അപ്പോൾ ഗ്രെഗ് ഹഡ്സൺ സമാധാനിപ്പിച്ചു. ശാന്തനാവൂ ചങ്ങാതി, നിങ്ങൾ ഇത്ര പാവമായി പോയല്ലോ. ഇവർ ശബ്ദം കേട്ടാലും ഇല്ലെങ്കിലും നമ്മെ രക്ഷിക്കില്ല. എനിക്കിപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. ആ വണ്ടി വന്നത് അതിൽ നിറയെ ഭാരവുമായാണ്. മടങ്ങുമ്പോൾ അതിൽ ആ ഭാരം ഉണ്ടായിരുന്നില്ല. എങ്ങനെ മനസ്സിലായി? പീറ്റർ പാർക്കർ സുഹൃത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അപ്പോൾ ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു, കോട്ടയിലേക്ക് കടന്നു വരുമ്പോൾ ആ കുതിരവണ്ടിയുടെ ചക്രങ്ങൾ നിലത്ത് ആഴത്തിൽ ചാലുകൾ വീഴ്ത്തിയിരുന്നു. അതിൻ്റെ അർത്ഥം അതിൽ ഭാരമുണ്ടായിരുന്നു എന്നാണ്. മടങ്ങുമ്പോൾ നിലത്ത് ചക്രങ്ങളുടെ പുതിയ അടയാളം വീഴുന്നില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം അപ്പോൾ അതിൽ ഭാരമില്ലായിരുന്നു എന്നല്ലേ? തീർച്ചയായും ചങ്ങാതി, താങ്കളെ ഞാൻ അഭിനന്ദിക്കുന്നു, പീറ്റർ പാർക്കർ പറഞ്ഞു. അപ്പോഴേക്കും സൂര്യൻ പടിഞ്ഞാറേക്ക് ചാഞ്ഞു കഴിയുന്നു. ഗ്രെഗ് ഹഡ്സന്റെ മുഖം ആലോചനയിൽ ചുവക്കുന്നത് പീറ്റർ പാർക്കർ കണ്ടു. അയാൾ ബാഗിൽ നിന്നും തോക്കെടുത്ത് കീശയിലാക്കി വലിയൊരു നൈലോൺ ചരടെടുത്തു. അതിലൊരു പ്രത്യേകതരം കുരുക്കുണ്ടാക്കി. എന്നിട്ടത് കീശയിൽ തന്നെ തിരുകി. ഗ്രെഗ് എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയും എന്തിനെയോ നേരിടാൻ തയ്യാറെടുക്കുന്നത് പോലെയും പീറ്റർ പാർക്കർക്ക് തോന്നി.